അപ്പോൾ ഒരു നൊട്ടോറിയസ് ക്രിമിനലായ അജിത് കുമാറിനെ എല്ലാ തിന്മകളുടെയും ആസ്ഥാനമായ ടി ശശിയെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ഭരണപരാജയങ്ങൾ ഓരോന്നായി ഭരണകക്ഷി MLA തന്നെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന് മാത്രമല്ല, ഭരണപക്ഷത്തിനും വേണ്ടാത്തൊരു ഗവൺമെൻറ്റായി പിണറായി സർക്കാർ മാറിയിരിക്കുക. ഇങ്ങനൊരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി തയ്യാറാകണം. പൂരം കലക്കിയത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണെന്ന് നാൾക്ക് നാൾ വ്യക്തമായി വരിക. അപ്പോൾ പൂരം കലക്കി BJPയെ വിജയിപ്പിച്ച ആ പാവക്കറ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അന്വേഷണ പ്രഹസനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, അജിത് കുമാർ BJP നേതാക്കളുമായി സംസാരിച്ചോ എന്നറിയാൻ എന്തിനാണ് ഒരു അന്വേഷണം നടത്തേണ്ടത്? എന്തിനാ? മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ? അജിത് കുമാറിനെ വിളിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ലേ. കാരണം കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ കക്ഷികൾ എതിർക്കുന്ന ആശയമാണ് RSSൻ്റെ. ആ RSS നേതാക്കളുമായി ഒരിക്കലല്ല 2 തവണ എന്തുകൊണ്ട് ബന്ധപ്പെട്ടു? പൂരം അലങ്കോലമാവുന്ന സമയത്ത് തൃശ്ശൂരിലുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെട്ടില്ല? ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിനോട് മൗനം തിരിക്കുന്നത്? അപ്പോൾ ബിഹൈൻഡ് ദ കർട്ടൻ മുഖ്യമന്ത്രിയാണെന്ന് പൂർണ്ണമായി വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി മുഖ്യമന്ത്രിയെ ആർക്കും വിശ്വാസമില്ല. സ്വന്തം സഖാക്കൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേരത്തെ വിശ്വാസമില്ല, ഭരണകക്ഷി MLAമാർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇന്നലെ 24-ാം തീയതി ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് പൂരം കലക്കി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഭരണകക്ഷി MLA തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഇതിന് പുറമെയാണ് അജിത് കുമാറിനെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഭരണകക്ഷി MLA തന്നെ സൂചിപ്പിച്ചു. അല്ല, അതിനെക്കുറിച്ച് ഇപ്പോഴാലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഈ നിമിഷം അൻവർ ഭരണകക്ഷി MLA ആണ്. അതുകൊണ്ട് തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമാണ്, കാരണം അത് MLA ആണല്ലോ. അതല്ലാതെ അൻവറിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും പാർട്ടിയിലോ മുന്നണിയിലോ നടന്നിട്ടില്ല. അല്ല, അത് ഇതുവരെ രാജിവെച്ചിട്ടില്ലല്ലോ. ഏതായാലും പക്ഷേ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. അല്ല, അൻവറിൻ്റെ മാത്രമല്ലല്ലോ, V. അബ്ദുറഹ്മാൻ്റെ മനസ്സിലും കോൺഗ്രസ് ആശയമല്ലേ. ആരുടെ മനസ്സിലാണ്? ഈ സ്വതന്ത്രന്മാരുടെയൊക്കെ മനസ്സിൽ അതാത് പാർട്ടികളുടെ ആശയമാണല്ലോ. KT ജലീലിൻ്റെ മനസ്സിൽ ലീഗിൻ്റെ ആശയമില്ലേ? ഇതൊക്കെ അന്ന് സ്വതന്ത്രന്മാരാക്കി നിർത്തുമ്പോൾ ആലോചിക്കണ്ടേ? സ്വന്തം ആശയങ്ങളില്ലാത്തവരെ എന്തിനു നിർത്താൻ പോയി? ഞങ്ങളാ കുറ്റക്കാർ? ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് ആ ആശയങ്ങളുണ്ടാവും. ഇവ ഇത്രയും വർഷമായിട്ട് ഹംസയ്ക്കും ഇല്ലേ കോൺഗ്രസിൻ്റെ ആശയമല്ലേ മനസ്സിലുള്ളത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളല്ല ഉത്തരവാദി. സമരം ഞങ്ങൾ മുന്നോട്ട് പോകും, സംശയമൊന്നും വേണ്ട. പൂരം കലക്കൽ ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഒരു സർക്കസും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിൽ വിട്ടുവീഴ്ചയില്ല. നയം UDF പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സമരം പൂർവാധികം ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് സ്വപ്ന മുതൽ അൻവർ വരെ പറയുന്നത് സ്വർണ്ണക്കടത്താണ്. അന്ന് പറഞ്ഞു വിശ്വാസമില്ലാത്ത ഒരാളാണ് ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ MLA ആണ് ഉന്നയിക്കുന്നത്, അതും ഭരണകക്ഷി MLA. അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. അത് ശിവശങ്കർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ വ്യക്തമല്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുകയാണ്, മുഖ്യമന്ത്രി ഇതിനെ തൊടുന്നില്ല. അതാണ് ഞങ്ങൾ മുമ്പ് ചോദിച്ചത്, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത
ED ഇത്രയും വ്യക്തമായിട്ട് ഭരണകക്ഷി MLA പറഞ്ഞിരുവില്ല എന്താണ് മുഖ്യമന്ത്രിയെ തൊടാത്തത് എന്താ ഈ അന്തർധാരയുടെ ഭാഗമാണ് അത് ഞങ്ങൾ പറഞ്ഞ നാൾക്ക് നാൾ വ്യക്തമായിട്ട് വരിക